ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി വേറൊന്നുമല്ല, ഒരു ഫെയർവെൽ പാർട്ടിയാണ്. നമ്മുടെ സീനിയേഴ്സിന് കൊടുത്ത പരിപാടി. അങ്ങനെ രാവിലെ കോളേജിലെത്തിയപ്പോൾ എല്ലാവരും എന്താണ് റെഡി ആവുന്ന പരിപാടിയിലാണ്. തകൃതിയായിട്ട് നടക്കുകയാണ്, എല്ലാവരും ഒരുങ്ങുന്നു, ചിലരൊക്കെ ഒരുങ്ങി മാറി. അങ്ങനെ പിന്നെ നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത ഹോളിലെത്തി. ഞാൻ ഇന്നലെ മെനഞ്ഞാന്നൊന്നും പോയില്ലായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഇവരാണ് ചെയ്തത്. ഇന്നാണ് ഞാനിതൊക്കെ വന്ന് കാണുന്നത്. എല്ലാം കൊള്ളാം, അടിപൊളിയായിരുന്നു. അവരുടെ ഫോട്ടോസും അതേപോലെ തന്നെ കസേരയൊക്കെ കൊണ്ടുവന്നിട്ട് ബെഞ്ച് എല്ലാം ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിസ്സ് വന്നു. അങ്ങനെ മിസ്സ് ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇനി അടുത്ത് നമ്മുടെ സീനിയേഴ്സിൻ്റെ എൻട്രിയാണ്. അവരും വല്ലാണ്ട് സർപ്രൈസായി. നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് നമ്മൾ ഈ ഫോട്ടോ ചെയ്തത് അവരൊട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ആ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് ഹാപ്പിയായി. അങ്ങനെ കുറേ നേരം കൂട്ടം കൂടി അവരുടെ ആ ഒരു നല്ല അടിപൊളി മൊമെൻറ്റ്സ് എല്ലാം അവർ നോക്കി അങ്ങനെയൊക്കെ നിന്നെയായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത പരിപാടിയൊക്കെ തുടങ്ങി. ആദ്യം നമ്മുടെ എല്ലായിടത്തെ പോലെ തന്നെ പതിവ് പോലുള്ള പ്രസംഗം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഒന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്തു, കേക്ക് കട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ലഞ്ച് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ അപ്പോഴത്തേക്ക് അതും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ഇടയ്ക്കൊരു ഫ്രീ അവർ കിട്ടിയപ്പോൾ ഇവരൊരു പാട്ട് പാടിയതാണ്. സംഭവം കൊള്ളാം, അറിഞ്ഞില്ല, ഞാനെടുത്തങ്ങ് ഇട്ടു. അങ്ങനെ പിന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു ചെറിയ പരിപാടിയൊക്കെ കൊടുത്തു. അങ്ങനെ പിന്നെ എൻ്റെ ചെറിയൊരു കുട്ടി ഫ്രണ്ടിനെ എനിക്ക് അവിടെ നിന്ന് കിട്ടി. അതാണിത്. ഇങ്ങനെ ഇരുന്ന് ബലൂൺ വീർപ്പിക്കുകയും അതേപോലെ തന്നെ കാറ്റ് കളയുകയും അങ്ങനെ എന്തോ ഒരു ഇതിലായിരുന്നു കുട്ടി അവിടെ. അങ്ങനെ അവരുടെ 2 ഗ്രൂപ്പിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു, സീനിയേഴ്സിൻ്റെ. പിന്നെ ഞങ്ങൾ ക്ലാസ്സിലൊരു കൊച്ചിൻ്റെ ഡാൻസും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തു. അതാണിത്. അവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് പിന്നെ ഒരു ബെസ്റ്റ് വിഷസും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ കുറച്ച് വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്കത് കാണിച്ചു കൊടുത്തു. പ്രൊജക്ടറിലിട്ട് അത് കാണിച്ചു. അങ്ങനെ കുറേ ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ അവരെല്ലാവരും കൂടി ഇരുന്ന് പിന്നെ നമ്മൾ മൊത്തത്തിൽ അങ്ങനെ അതൊക്കെ കണ്ടു. അവരുടെ എല്ലാം കഴിഞ്ഞു പോയിട്ടുള്ള ക്യാമ്പ് ടൂറ് അങ്ങനെയുള്ള നല്ല അടിപൊളി മൊമെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് കുറേ പേർക്കൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണലായി, എങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പരിപാടി അവസാനിക്കാറായി. പിന്നെ സാറ് അവർക്ക് പിന്നെ ബെസ്റ്റ് വിഷസും അതേപോലെ തന്നെ ഞങ്ങൾക്ക് മോട്ടിവേഷനും സ്ഥിരമായി ക്ലാസ്സിൽ വരാനും വർക്കൊക്കെ ചെയ്യാനുമുള്ള അതൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ അവരുടെ ആ ഫോട്ടോസ് അവർ തന്നെ കൊണ്ടുപോയി. അങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ DJ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അവിടുന്ന് ബസ് കയറി നമ്മുടെ സ്റ്റോപ്പെത്തി. അവിടെ ഇറങ്ങി ഒന്ന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സോഡ ലൈമൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ബസ്സൊക്കെ കയറി. അങ്ങനെ ബസ് കുറച്ച് നേരം നമ്മൾ അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ, ബൈ.